الرحمن الرحيم. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله لا يرفع الدرجة للعبد الصالح في الجنة فيقول يا رب أني لي هذه فيقول باستغفار ولدك لك. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽവർത്തനായ ഒരു ദാസൻ സ്വർഗലോകത്ത് അള്ളാഹു പദവികൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, അള്ളാഹുവെ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത്? അള്ളാഹു പറയും, നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനം വർദ്ധിക്കുന്നത് കൊണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മരണശേഷവും അവന് ഉപകാരപ്പെടുന്ന 3 കാര്യങ്ങൾ: ജാരിയായ സ്വതക്ക, പ്രയോജനപ്പെടുന്ന വിജ്ഞാനം, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അധ്യാപനമാണ്. നമ്മൾ ഖുർആനും ഹദീസും ഒക്കെ ധാരാളം കേൾക്കുന്നുണ്ട്. ഉത്ബോധന പ്രധാനം എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിന് ധാരാളം സംഘടനകളും സംവിധാനങ്ങളുമുണ്ട്. ഈ 3 കാര്യങ്ങൾ, ഇതാ മാത്ത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരു മനുഷ്യൻ കാര്യങ്ങൾ അവയ്ക്ക് തുടർന്നും പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയേ, യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങൾക്ക്, മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന 3 കാര്യങ്ങൾക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഭൂരിഭാഗം ആളുകളും ഈ ദുനിയാവിന്റെ തിരക്കിനിടയിലും ഭൗതിക നേട്ടങ്ങൾക്കിടയിലുള്ള നെട്ടോട്ടത്തിനിടയിലും ഇത് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ്. ഒന്ന് സ്വതക്കത്തും ജാരിയായ സ്വതക്ക, എന്റെ കൈവശമുള്ള പണം നിലനിൽക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി, പള്ളി, മദ്രസകൾ, അതുപോലെ തന്നെ ദീനീ സംരംഭങ്ങൾ, സംവിധാനങ്ങൾ, വഖഫ് തുടങ്ങിയ പലതും, ഇത് മരണശേഷം അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. രണ്ടാമത്തെ കാര്യം പ്രയോജനപ്പെടുന്ന വിജ്ഞാനം എന്നാണ്. ഇതിനും വേണ്ട രൂപത്തില് നമ്മള് സമയം ചെലവഴിക്കാതെ പോകുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വലതുൻ സ്വാലിഹൻ യദൂ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ എന്ന. മക്കളെ വളർത്താനാണ് എല്ലാ മാതാപിതാക്കളും കഷ്ടപ്പെടുന്നത്. പ്രവാസ ലോകത്തേക്ക് പോകുന്നത് എന്തിനാ? കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ മക്കൾക്ക് ദീനിയായ ചിട്ടകളും മര്യാദകളും നൽകുക എന്നതിൽ പലപ്പോഴും രക്ഷിതാക്കൾ പരാജയപ്പെട്ടു പോകുന്നു. എന്റെ കുട്ടിയൊക്കെ വലുതാവണം, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി കിട്ടണം, പിന്നെ കുറച്ച് വലുതായാല് അവൾക്ക് നല്ലൊരു ഭർത്താവിനെ അല്ലെങ്കിൽ അവന് നല്ലൊരു ഭാര്യയെ. ഇതാണ് ഓരോ രക്ഷിതാവിന്റെയും മനസ്സിലെ ആശങ്ക, അസ്വസ്ഥത, ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അവന് ദീനീപരമായിട്ടുള്ള ബോധം നൽകാൻ പലപ്പോഴും രക്ഷിതാക്കള് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കറിയാവുന്ന എന്റെ നാട്ടിലെ പരിചയനായ ഡോക്ടർ, അദ്ദേഹത്തിന്റെ 2 ആൺകുട്ടികളും ഡോക്ടർമാരാണ്. അവർക്ക് പഠനത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിച്ചു. പക്ഷെ 5 നേര സംസ്കാരം തുടങ്ങി ഇതിന്റെ അനിവാര്യമായ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ പാലിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന് പോലും അതത്ര പ്രാധാന്യമുണ്ട് എന്ന് ആ മക്കൾ വിചാരിക്കുന്നില്ല. ചെറുപ്രായത്തിൽ അവർക്ക് ആ ബോധം കൊടുക്കാൻ ഈ ഉപ്പാക്ക് കഴിഞ്ഞതുമില്ല. ഈ വലിയ പ്രായത്തിൽ എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. വലിയ സങ്കടത്തിലും പ്രയാസങ്ങളിലുമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കാണുമ്പോൾ ഈ സങ്കടം തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, മരണപ്പെട്ടു കഴിഞ്ഞാലും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ കേട്ടല്ലോ. സൽവൃത്തനായ ഒരു ദാസന് സ്വർഗലോകത്ത് അള്ളാഹു പദവികൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, നാഥാ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത്? അള്ളാഹു പറയും, നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനം വർദ്ധിക്കുന്നത് കൊണ്ട്.
നമ്മുടെ മക്കൾക്ക് ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസം, ഖുർആനെ കുറിച്ച്, ഹദീസിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ബോധവും കാഴ്ചപ്പാടുകളും നൽകാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം. അവരുടെ പഠനമൊക്കെ കഴിയട്ടെ, അവർക്ക് നല്ല ജോലി ആവട്ടെ, അവർക്കൊരു നല്ല ഭാര്യയെ കിട്ടട്ടെ, അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് മതി എന്ന തീരുമാനം നമുക്കും നമ്മുടെ മക്കൾക്കും നഷ്ടമായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ചെറുപ്രായത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും മക്കളെ ഗുണദോഷിക്കുകയും മക്കൾക്ക് നസീഹത്തുകൾ നൽകുകയും മക്കളുടെ ദീനീപരമായ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളായ നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലും നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും നമുക്ക് കുളിർമ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു തുണക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.